നോക്കണേ നോക്കണേ. ആവശ്യമില്ലാത്തവർ പുറത്തു സർക്കാർ പുറത്തുനിന്നു പിന്നെ അടുത്ത സാധനം വരുന്നത് കുറച്ചൊരു പുറത്തുനിന്നു എല്ലാവരും ഇവിടെ ഒന്ന് സൈഡായി ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള സ്പൈൻ ബോർഡ്
എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ റവന്യൂ ടവറിൽ, തെക്കേ ബസാറിലെ റവന്യൂ ടവറിന്റെ മുന്നിലാണുള്ളത്. നമ്മൾക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയാം. ഇന്നലെ രാത്രി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഭീകര കേന്ദ്രങ്ങളിൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ 4 മണി മുതൽ 4:30 മണി വരെ മോക്ക് ഡ്രിൽ നടത്തുമെന്നുള്ളൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ആ ഒരു പ്രഖ്യാപനം തന്നെ ഒരു ടാക്ടിക്സിന്റെ ഭാഗമാണ്. ആ ഒരു പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു തരത്തിലും ഇന്നലെ അർദ്ധരാത്രി ഇന്ത്യ ഒരു ആക്രമണം നടത്തുമെന്നുള്ള ധാരണ അവർക്ക് ഉണ്ടായിരുന്നില്ല. ശക്തമായിട്ട് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പാകിസ്ഥാന്റെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. കാരണം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മുടെ 26ഓളം വരുന്ന പാവങ്ങളായ ടൂറിസ്റ്റുകളാണ് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തെ തുടർന്ന് വധിക്കപ്പെട്ടത്. അതിന് പ്രതികാരം ചെയ്യും എന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം പ്രഖ്യാപിക്കുകയും അതിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടിയിട്ട് പാകിസ്ഥാനിലെ 9ഓളം ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെ നേരിടണം എന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 4 മണി മുതൽ 4:30 മണി വരെ മോക്ക് ഡ്രിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂരിലെ റവന്യൂ ടവർ, തെക്കേ ബസാറിലെ റവന്യൂ ടവറിൽ വിവിധ സേനകളുടെ അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനൊക്കെ എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു മോക്ക് ഡ്രില്ലിന്റെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സിന് ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മോക്ക് ഡ്രിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകരുമായിട്ട് പച്ചവിളിച്ച് പങ്കുവച്ചത്. ഇതിന്റെ ഡീറ്റെയിൽ പറയാം സാർ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല സംഭവം.
സറി ഇടന്നോ ബാക്ക് ഞാൻ ലോഗോ ഒഴിവാക്കിയത് മറ്റു ചാനലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ലോഗോ ഉണ്ട്, എടുക്കാം. സർ, എന്താണ് ഇന്ന് ഒരു മോക്ക് ഡ്രില്ല് ഇന്ത്യയിലെ അങ്ങോളമികളും പിന്നെ ഇന്ന് 4 മണി മുതൽ 4:30 മണി വരെ നടത്തുന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഇവിടെ നടന്ന മോക്ക് ഡ്രില്ലിന്റെ ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സിവിൽ ഡിഫൻസ് മോഡലിലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെയുള്ള ഒരു സെനാരിയോ എന്ന് പറയുന്നത് പരിക്കേറ്റുള്ള സിവിലിയൻസിനുള്ള ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മെഡിക്കൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതുള്ളത് തഹസിൽദാർ, അതുപോലെ പാരാ റെസ്ക്യൂവിൻ്റെ വിഭാഗം, അതുപോലെ ഹോസ്പിറ്റൽ DM ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് വോളണ്ടിയേഴ്സ് ഉണ്ട്, NCC, അതുപോലെ എല്ലാവരും ഉണ്ട്. മറ്റ് വോളണ്ടിയേഴ്സ് അടക്കമുള്ളതാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ നേരിടുക, അങ്ങനെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ പരിക്ക് പറ്റി വന്ന ആളുകളെ എങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്യുക, അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ വിശദീകരിക്കുന്നത് അല്ലേ? അതെ. അല്ലേ? സംസാരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലൈവാണ്, വേണ്ട. ഇതിൽ പിന്നെ ഇന്ന് ഇവിടെ 4 മണി മുതൽ 4:30 മണി വരെയാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത്. ആ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അവരെ ഹോസ്പിറ്റലൈസ് ആ ഒരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബോംബിങ്ങും മറ്റുമായി അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടുന്നതിന് ആവശ്യമായ അടിയന്തര സാഹചര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ സജ്ജീകരിച്ചിട്ടാണുള്ളത്. അവിടെ ഹോസ്പിറ്റൽ സജ്ജീകരിച്ച ഹോസ്പിറ്റലിലേക്ക് ബോംബിംഗ് അതുപോലെ തന്നെ അപകടത്തിൽ പരിക്ക് പറ്റിയ ആളുകളെ കൊണ്ടുവരുന്നു. ഫയർഫോഴ്സ്, അതുപോലെ തന്നെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ്, അങ്ങനെ പിന്നെ NCC തുടങ്ങിയ വിവിധ യൂണിറ്റുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യം എത്രത്തോളം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി തയ്യാറാവുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം എന്നുള്ള രീതി തന്നെയാണ് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഈ മോക്ക് ഡ്രിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകരുമായിട്ട് പച്ചവെളിച്ചം പങ്കുവച്ചിട്ടുള്ളത്. പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച.